എനിക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തതെന്ന് വളരെ ഉപകാരമായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരം അല്ലേ, ഡോക്ടർ സുകുമാർ അഴീക്കോട്. ശരി. എല്ലാ കാര്യങ്ങളും ഫോട്ടോ നോക്കും. അവസാന നിമിഷം ഞാൻ ഇവിടുന്ന് പോണേക്കാൻ മുമ്പ് സാർ ഇങ്ങനെ വന്ന് ഇതെടുത്തത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരി ശരി ശരി. ഇതൊക്കെ അവാർഡ് കിട്ടി. മാഡത്തിന്റെ പേരൊന്ന് പറഞ്ഞാൽ? രമ മാഡം. ശരി ശരി. അത് കുറിച്ച് എന്നെ കുറിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ മാഡം സാറിന്റെ അവസാന കാലത്ത് സാറെ പരിചരിക്കാനൊക്കെ മാഡം തന്നെ ഉണ്ടായിരുന്നു. 45 ദിവസവും അമല ആസ്പത്രിയില് രാവും പകലും സാറിന് വേണ്ടി കഷ്ടപ്പെട്ടത്. അതിന്റെ കെയർ ഓഫിലാണ് അവർ നമുക്കൊരു ജോലി കൊടുത്ത് തന്നത്. ഇതിപ്പോ ഞാനിവിടെ മാഡം തന്നെ തുടർന്ന് ഇനിയും ബാക്കി ദിവസങ്ങളും കൂടെ ഇവിടെ ഉണ്ടായ നന്നായില്ലേ? അതിനവര് അത് ചെയ്യണ്ട, നമ്മളതിനെ പിരിച്ചു വിട്ടു. നമുക്ക് ഞാൻ ഒന്നുമില്ല ഇവിടെ, അവർ യാതൊരു വക അധികാരവും ഇല്ല, കാര്യങ്ങളും ഇല്ല. സാറാണെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും അവാർഡുകൾ സാറ് തേടി എത്തിയിട്ടുണ്ട്. ബുക്സുകൾ 8000-ഓളം ബുക്സുകളുണ്ട്. ഈ തത്തമ്മയൊക്കെ പുരസ്കാരങ്ങളാണ്. ഇതൊക്കെ സാറിന്റെ പുരസ്കാരങ്ങളാണ്. ഇനി ഇതുപോലെ ഒരു പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്നവർ വളരെ കുറവാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയാണ് അല്ലേ, രാജാജി ലിറ്റററി അവാർഡ്. പിന്നെ 1 ഓഫ് ദ 80 ആനിവേഴ്സറി ഇതൊരു അവാർഡ്. ഇത്രയും അവാർഡുകൾ, ബുക്സുകൾ. ഈ റൂംസ് എന്താണ്? ഇത് ഹോളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കായിട്ടുള്ള. കുത്തുരാമൻ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം. അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെതാണല്ലേ. പിന്നെ തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി. പിന്നെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന് വേറൊരു പുരസ്കാര പത്രങ്ങൾ, ബുക്സുകൾ. പിന്നെ ഇതെന്താ, സാഹിത്യ ദർശൻ അവാർഡ് അല്ലേ, ലയൺസ് ക്ലബിൻ്റെ സാഹിത്യ ദർശൻ അവാർഡ്. പിന്നെ യുവ സാംസ്കാരിക സമിതിയുടെ അവാർഡ്. പിന്നെ എന്താ, ദല അവാർഡ്. പിന്നെ സാഹിത്യ പുരസ്കാരം 2010. പിന്നെ മാവേലിക്കരയിലെ മാർ ഗ്രിഗോറിയസ് സ്റ്റഡി ഫോറത്തിൻ്റെ അവാർഡ്, സാഹിത്യ പുരസ്കാരം അവാർഡ്. പിന്നെ ഇതെന്താ, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്. ഇതെന്താ, മാതൃഭൂമി സാഹിത്യ പുരസ്കാര ലബ്ധിയിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടിന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. പിന്നെ ഓണാഘോഷം 2011 കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ അവാർഡ്, ഇതൊരു അവാർഡ്. പിന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. പിന്നെ ജന്മദിനാശംസകൾ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല 11/5/2005. പിന്നെ ഇതാരാ, തൃശ്ശൂർ ജനാവലി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു അല്ലേ, ശതാഭിഷിക്തനായ സുകുമാരയ്ക്ക് സ്നേഹാദരം. പിന്നെ PN പണിക്കർ ഫൗണ്ടേഷൻ്റെ അവാർഡുകൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇതൊക്കെ അദ്ദേഹത്തെ ഇവിടെ ഞാൻ ഫുള്ള് നോക്കിയിട്ടില്ല. പിന്നെ ഗോൾഡൻ YMCA സൗത്ത് വെസ്റ്റ് അതിന് അവാർഡ്. ഇതെന്താണെന്ന് അറിയുന്നില്ല, അത് അടർന്നു പോയി, കാലപ്പഴക്കം ചെല്ലുമ്പോൾ അങ്ങനെ. ഈ അവാർഡ് നന്നായിട്ട്, ഇത് പണ്ടൊക്കെ കിട്ടുന്ന അവാർഡുകളായിരിക്കും അല്ലേ, പണ്ടത്തെ ഒരു അവാർഡ്. പിന്നെ ഇതെന്താണെന്ന് അറിയുന്നില്ല, എല്ലാം പൊടി പിടിച്ച് കിടക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ബുക്സുകളുടെ ഒരു നീണ്ട ഇതല്ലേ. നിങ്ങൾക്ക് അവിടുത്തെ അവാർഡുകൾ നോക്കാം മാഡം. ഒന്നും കുഴപ്പമില്ല മാഡം, എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ഇവിടെ ഡോക്ടർ സുകുമാർ അഴീക്കോട്, പ്രൊഫസർ A സുധാകരൻ സാംസ്കാരിക അവാർഡ്. പിന്നെ ഇതെന്തൊരു അവാർഡ്, ഇതെല്ലാം അവാർഡുകൾ തന്നെയാണ് അല്ലേ. ഇനി നമുക്കിവിടെ നോക്കാം. കോഴിക്കോട് പൗരാവലിയും അദ്ദേഹത്തിന് അവാർഡ് ഏൽപ്പിച്ചു. കോഴിക്കോട് പൗരാവലി ശതാഭിഷിക്തനാവുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടിന് സ്നേഹാദരങ്ങളോടെ കോഴിക്കോട് പൗരാവലി. ഇനി ഇതെന്താണെന്ന് അറിയുന്നില്ല, ഈ ഒരു അവാർഡ് എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല. പിന്നെ ചിന്മയ മിഷൻ തൃശ്ശൂർ, ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇതായിരിക്കുന്നു. ചിന്മയ മിഷൻ തൃശ്ശൂർ 6/4/1991 കൊടുത്ത അവാർഡ്. പിന്നെ റോബിൻ സ്പോർട്സ് സെൻറ്റർ കൊടുത്ത അവാർഡ്. സുകുമാർ അഴീക്കോട് ആദരപൂർവം ലിപ് കേരള മിഷൻ. ഇവിടെ അല്ലേ. തൃശ്ശൂർ നഗരസഭ ഒരു പേനയൊക്കെ പ്രതീകാത്മകമായിട്ട് പേനയും ഒരു മയിലും ഒക്കെ വെച്ചുകൊണ്ട് അതിനെ കൊടുത്തിരിക്കുന്നു അല്ലേ. പിന്നെ അസംഖ്യം പുസ്തകങ്ങളും ഒക്കെ, ഇതൊക്കെ അദ്ദേഹം വായിച്ച പുസ്തകങ്ങളായിരിക്കും ഇപ്പോൾ വ്യക്തമാണല്ലേ. ഞാൻ പ്രൊഫസർ ഗുപ്തൻ അതൊന്ന് എടുക്കട്ടെ കേട്ടോ മാഡം. അപ്പോൾ പ്രൊഫസർ ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ തിരുവനന്തപുരം ഡോക്ടർ സുകുമാർ അഴീക്കോടിന് സമ്മാനിക്കുന്ന പ്രശസ്ത പത്രം, ഫെബ്രുവരി 6, 2009.
കൊടുത്തിരിക്കുന്ന പ്രശസ്തി പത്രമാണ് അല്ലേ ഇത്? പ്രശസ്തി പത്രം സുകുമാർ അഴീക്കോടിന്